നമസ്കാരം. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഈ ഒരു ടീസറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ പല സംഭവങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരും നടിമാരും ഉൾപ്പെടെയുള്ള പല എഴുത്തുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പരസ്യമായിട്ട് അവരുടെ ഒരു വിമർശനം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടെ മന്ത്രി ചെറിയാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകൾ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സിനിമയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നും അതുപോലെ ഈ ഒരു സിനിമ കാണേണ്ടവർക്ക് കാണാമെന്നും ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും നിർബന്ധിച്ച് ബീഫ് പോലെയുള്ള കാര്യങ്ങൾ കഴിപ്പിക്കുന്നതും അതുപോലെ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റിനെതിരായിട്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ഹിന്ദിയിലെ പ്രമുഖ നടനും അതുപോലെ തന്നെ സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള അനുരാഗ് കശ്യപ് ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്ന ബീഫ് കഴിക്കുന്ന രംഗത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് അനുരാഗ് കശ്യപ് വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അനുരാഗ് കശ്യപിനെതിരെ, അതായത് കേരള സ്റ്റോറിക്ക് എതിരെയായിട്ട് സംസാരിച്ച അനുരാഗ് കശ്യപിനെതിരെയായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംവിധായകൻ രംഗത്തെത്തിയിട്ടിരിക്കുന്നത്. അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ അനുരാഗ് കശ്യപ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ വലിയ പരാജയമാണെന്നും ഈ അനുരാഗ് കശ്യപ് തന്നെ ഇതിന്റെ മുൻപ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട്, ദ യെല്ലോ ബൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയുടെ പരാമർശം അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അച്ഛനും മകളും തമ്മിലുള്ള ഒരു മോശമായ ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, അനുരാഗ് കശ്യപ് ചെയ്ത ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഈ കേരള സ്റ്റോറിയുടെ സംവിധായകൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അച്ഛനും മകളുമുള്ള പവിത്രമായ ബന്ധത്തെ പോലും അവിഹിത രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സംവിധായകനായിട്ടുള്ള അനുരാഗ് കശ്യപ്, അയാൾക്ക് എന്ത് യോഗ്യതയാണ് തന്റെ കേരള സ്റ്റോറി പോലെയുള്ള ഒരു സിനിമയെ വിമർശിക്കാൻ എന്നാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് വരാം. കേരള സ്റ്റോറി 2 ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപിന് മറുപടിയുമായി ദ കേരള സ്റ്റോറി 2 സംവിധായകൻ കാമാഖ്യ നാരായണൻ സിംഗ്. എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ് അനുരാഗ് കശ്യപ് എന്ന് നാരായണൻ സിംഗ് കുറ്റപ്പെടുത്തി. അനുരാഗ് കശ്യപ് അടുത്ത കാലത്തായി നടത്തിയ പരാമർശങ്ങൾ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു മറുപടി. ഇങ്ങനെ ഗിച്ചടി പോലും വിളമ്പിയിട്ടില്ലെന്ന് അനുരാഗ് കശ്യപ് ജി പറയുന്നത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഒരാൾക്ക് ലഡു പോലും അങ്ങനെ നൽകാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിഷ്കളങ്കരായ നമ്മുടെ പെൺമക്കളെ മതം മാറ്റാൻ ബീഫ് നൽകുന്നുണ്ട്. അതൊരു കുറ്റകൃത്യമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ കാമാഖ്യ നാരായണൻ സിംഗ് ഇങ്ങനെയാണ് അനുരാഗ് കശ്യപിനെതിരെ ആരോപണമുയർത്തിയത്. അനുരാഗ് കശ്യപ് ജി, എന്തോ മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അദ്ദേഹം എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നു. ബ്രാഹ്മണരോട്, നെറ്റ്ഫ്ലിക്സിനോട്, സിനിമാ മേഖലയോട്, എല്ലാത്തിനോടും അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. ദ ഗേൾ ഇൻ യെല്ലോ ബൂട്ട്സ് എന്നൊരു ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. അച്ഛനും മകൾക്കുമിടയിലെ അധാർമികമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. ഇത്തരത്തിലൊരു ചിത്രം സംവിധാനം ചെയ്ത ഇയാൾക്ക് എന്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് യോഗ്യതയുള്ളത്? പരിഷ്കൃത സമൂഹത്തിന്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള കാര്യമാണ് ഇയാളുടെ ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ മനുഷ്യന് മാനസിക പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ സമൂഹം അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വലിയ പരാജയമാണ്. അദ്ദേഹത്തിന് നല്ല ബുദ്ധി കൊടുക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന, നാരായണൻ സിംഗ് കൂട്ടിച്ചേർത്തു. കേരള സ്റ്റോറി മോശം പ്രൊപ്പഗണ്ട സിനിമയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അനുരാഗ് കശ്യപ് പ്രതികരിച്ചത്. കേരള സ്റ്റോറി എന്ന ഒരു സിനിമ വളരെ മോശം സിനിമയാണ്. ഇത് പ്രൊപ്പഗണ്ടയാണ്, അസംബന്ധവുമാണ്. ആരെങ്കിലും ഇങ്ങനെ ബീഫ് കൊടുക്കുമോ? ഇങ്ങനെ ഒരു കിച്ചടി പോലും ആരും വിളമ്പില്ല. സിനിമയുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നതാണ്. അവർ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സംവിധായകൻ ഒരു അത്യാഗ്രഹിയാണ്.
അയാൾക്ക് പണമുണ്ടാക്കണം എന്ന് മാത്രമേയുള്ളൂ. അനുരാഗ് കശ്യപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കാമഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓജ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ സംവാദങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർത്തിയത്. ചിത്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പല രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരുന്നു.